അനഘ ആൻഡ് അർജുൻ വെൽക്കം. ഒരു വീഡിയോ ഉണ്ട് കേറി പോന്ന് കത്തി റീച്ച് ആയത് അപ്പോഴാണ് ഇവരൊക്കെ എനിക്ക് മനസ്സിലാവും. അതെ 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 പക്ഷെ എനിക്ക് അത് മറ്റൊന്ന് ഈശ്വര ഞാൻ എന്ത് ആടെയാണ് തുടക്കം. എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ ഫേവറേറ്റ് ഫുഡ് അറിയാം എന്തെന്ന് ഉണ്ടാക്കി ടൈം കിട്ടാത്തോണ്ടാണ് കേട്ടോ മെസ്സിയൊക്കെ ഫുട്ബോളിലോട്ട് മാറിയത് അറിയാം. അപ്പൊ ഇന്ന് മുതൽ ഞാൻ മരിക്കുന്നത് വരെ നിന്നോട് പറഞ്ഞത് ഞാൻ അന്ന് മരിച്ചു. കല്യാണി പേര് ലോക പാർട്ട് 2 ഞാൻ പറഞ്ഞത് പെൺകുട്ടികളുടെ അടുത്തൊക്കെ പെൺകുട്ടിയുടെ പിന്നെ പിന്നെ ഒരു 20,000 വെച്ചോ. അപ്പൊ 19,900 എന്റെ 100 എടുത്ത് അങ്ങോട്ടായി. അമ്മ പാവാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും തീരും തല്ലുണ്ടാക്കാത്ത ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങൊക്കെ ചെയ്യും. അതെന്താ എക്സ്പ്രഷൻ ആയിരുന്നു? എന്തായിരുന്നു? ഏട്ടനെ ചെരുപ്പ് ചവിട്ടി കൂട്ടി ചതച്ചിട്ടു. എങ്ങനെയായിരുന്നു ആ പ്രപ്പോസ് ചെയ്തതൊക്കെ? കാണാതൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നത് മകളെ. ഹായ് ഓൾ, ക്രിയേറ്റർ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് റീലിലൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ്. അനഘ ആൻഡ് അർജുൻ വെൽക്കം. എനിക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത്, അമ്മ എവിടെയാണ്? അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ വന്നില്ല. അമ്മ ഈ ലോങ് ഡ്രൈവ് ഭയങ്കര പ്രശ്നമാണ്. കാലിൻ്റെ മുട്ടിന് വേദനയാണ്. പിന്നെ അത് മാത്രമല്ല ചെവിയൊക്കെ അങ്ങനെ അടയും. ഇപ്പോൾ കുറേ ദൂരം ഇരിക്കാൻ പറ്റില്ല. ഇത്രയും ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് നിങ്ങളുടെ കണ്ടന്റ് തോന്നുമ്പോൾ അങ്ങനെ തോന്നില്ല. കാരണം അമ്മ ഭയങ്കര ആക്റ്റീവാണ്. എങ്ങനെയാണ് അമ്മേൻ്റെ ഒരു സപ്പോർട്ട്? അതുപോലെ തന്നെ കണ്ടന്റിൽ അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ കണ്ടന്റ്സ് ഒക്കെ? ഓ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ എടുത്തുകൊണ്ട് വരും. അമ്മ ഈ മൊബൈലിൽ കാണുന്ന സംഭവം തന്നെ അമ്മ കൊണ്ടുവരും. അമ്മ ഓരോരോ രീതിയിൽ കണ്ടന്റുകൾ പറഞ്ഞുതരും. അപ്പം എന്നിട്ട് പറയും, മക്കളെ ഇതുപോലെ ചെയ്യാൻ പറ്റൂലേ, ഇനി ആദ്യം കൊണ്ടുവന്ന് കാണിക്കാം. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത് നോക്കിയിട്ടാണ് ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക. അപ്പം അങ്ങനെ ഭയങ്കര സപ്പോർട്ട്. എങ്ങനെയാണ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ എത്ര വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏത് പോയിന്റിലാണ് ഇത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാമെന്ന് എങ്ങനെയാണ് തോന്നിയത്? അതായത് 6 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് യൂട്യൂബിലായിരുന്നു. പക്ഷേ നമ്മൾ ആ ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്തേ ഉണ്ട്. ഏകദേശം അന്ന് 100K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി യൂട്യൂബിലേക്ക് വന്ന് പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവ് ഒക്കെ വന്നപ്പോൾ അവിടെ വെച്ച് പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ഒരു വർഷം കഴിഞ്ഞ വർഷം 2025 ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ നിങ്ങളത് നിർത്തി? അതായത് യൂട്യൂബിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് പ്രാങ്ക് വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പം എന്താ പറയുക, അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് വരുമല്ലോ. അപ്പം നമ്മൾ നിർത്തിയത്. അതായത് നമുക്ക് അത്ര കട്ടിയുള്ള ഹൃദയമുള്ള ആൾക്കാരല്ല എന്നർത്ഥം. അതുകൊണ്ട് മാത്രമല്ല നമ്മള് ആരെങ്കിലും ഒക്കെ പറയാം അങ്ങനെ ഒരു കമന്റ് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ മോശമായി പോയോ എന്നൊരു ചിന്ത വരുമല്ലോ. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സഹിക്കാനൊരു ശക്തി വേണമല്ലോ. അത് കുറവാണ് ശരിക്കും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അപ്പൊ എങ്ങനെയാണ് ഇപ്പോ കമന്റ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് കുറച്ച് ഓവറായി പോയാൽ മാത്രം പ്രതികരിക്കും, ഇല്ലെങ്കിൽ അതായത് മോള് ഏജ് ആണ്. മോള് ഉണ്ടായ സമയത്താണ് നമ്മള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ പേര് ഇവാസ് വേൾഡ് എന്നൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഈ അടുത്താണ് പേരൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പം കാരണം 3 ഐഡിയിലും ഒരേ നെയിം കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്പം 6 വർഷമായി. പക്ഷെ ആ 5-6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയില്ലല്ലേ? ഇല്ല, അറിയില്ല. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, കാരണം വീഡിയോസ് ഇടുന്നത് കുറവായതുകൊണ്ടാണ്. ഇപ്പൊ എങ്ങനെയാ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴി സെൽഫി എടുത്തിട്ട് വന്ന്. അപ്പൊ അതുപോലെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു അമ്മായിയമ്മ അല്ലെ, അമ്മായിയമ്മനെ കിട്ടിയതിൽ ഭയങ്കര ഒരു ലക്കിയാണ്. ലൈക്ക് അപ്പൊ അമ്മായിമ്മനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാ? അമ്മ പാവാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും തീരും തല്ലുണ്ടാക്കാത്ത ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങൊക്കെ ചെയ്യും, മിണ്ടാതൊക്കെ ചെയ്യും. പക്ഷെ ഒരു 10-15 മിനിറ്റ് കൂടുതൽ പോകില്ല. കാരണം അപ്പോഴേക്കും അമ്മയ്ക്ക് വേറൊരു മോളില്ല. അതായത് ഏട്ടൻ ഒറ്റ മോനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും എന്നോട് പിണങ്ങി അമ്മയ്ക്ക് വെള്ളം കിട്ടില്ല നമുക്കറിയാം. അതുകൊണ്ടല്ല, സീരിയസ് ആയിട്ട് പറയാ, ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. അപ്പൊ എന്താ പറയാ, അമ്മയ്ക്ക് എന്നെ ആദ്യം അറിയാം, എനിക്ക് അങ്ങോട്ടും അറിയാം, ഞങ്ങൾ എല്ലാവരെയും അറിയാം. ടൈലറാണ്. അപ്പൊ ഈ ചുരിദാറൊക്കെ അടിക്കാൻ വേണ്ടി വീട്ടിലിങ്ങനെ വരും. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. ഏതോ ഒരു കുട്ടി അതിലോട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട്. അന്ന് നോക്കണ്ടേ? അന്ന് നോക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് നോക്കിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി നോക്കാൻ വേണ്ടി. വേറെ എവിടെ എത്തണമായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പൊ അങ്ങനെയുള്ള പരിചയം. അതുകൊണ്ട് നമ്മൾ അമ്മായിമ്മയുടെ അടുത്ത് ഈ അടി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. അപ്പൊ ശരിക്കും നിങ്ങള് റീൽ കാണുന്ന അമ്മായിയമ്മയാണോ ശരിക്കും റിയൽ അമ്മായിയമ്മ? അമ്മ അങ്ങനെ തగ్గടിക്കും സീരിയസ് ആയിട്ട്. അതിപ്പോ എന്താ പറയാ, ഞാൻ എല്ലാവരുടെയും പോണേ അമ്മേന്റെ ഒരു ഡയലോഗ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ അമ്മ പറഞ്ഞോളൂ. അമ്മേന്റെ പെട്ടെന്ന് അമ്മേന്റെ വായിന്ന് പെട്ടെന്ന് വരിക. അപ്പൊ നമ്മൾ ഓർക്കും ഇത് കണ്ടന്റ് ആക്കാം. അതാണ് ശരിക്കും എന്താ പറയാ, ഞങ്ങള് കുറച്ചുകൂടി ഒന്ന് റീച്ച് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് അമ്മ.
ശരിക്കും അമ്മയാണ് കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? അമ്മേനെ വെച്ചിട്ടാണ് അമ്മ, അതായത് ആ ഒരു ഏജിലുള്ള ഒരാൾ അങ്ങനെ നമ്മളോട് പെരുമാറുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കുറെ ആൾക്കാർ അമ്മേന്റെ ഏജിലുള്ള ആൾക്കാർക്ക് അമ്മയ്ക്ക് കുറെ ഫാൻസ് ഉണ്ട്, ഞങ്ങളെക്കാട്ടും ഫാൻസ് അമ്മയ്ക്ക്. ഞാൻ അതായിരുന്നു ചോദിക്കാൻ വന്നത്, നിങ്ങൾ 3 പേരിലും ആർക്കാണ് കൂടുതൽ? അമ്മയ്ക്കായിരിക്കും. അപ്പൊ അത് തന്നെ ആൾക്ക് ഭയങ്കര അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു അതെ. അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ എന്താ പറയാ, ഓടി വന്ന് കുറെ ആൾക്കാർ അമ്മേനോട് സംസാരിക്കും. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ഈ വീഡിയോ കണ്ടിട്ട് എവിടെയോ ദൂരമുള്ള ആള് സംസാരിച്ച് അങ്ങനെയാന്നൊക്കെ പറയും. അതാണ്. അപ്പൊ ഇത് ചെയ്തു തുടങ്ങിയപ്പോ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും അതുപോലെ തന്നെ റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ അവരുടെ ഒരു അത് എന്താ പറയാ സ്വതവേ എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലതും പറയാം മോശം പറയാം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതൊരു 80% നന്മ ഇല്ലാത്ത ഭാഗം. അതായത് 80 അല്ല, എനിക്ക് തോന്നുന്നു 99. സീരിയസ് ആയിട്ട് പറയാം. കുറച്ച് ആൾക്കാർ മാത്രമേ കുറ്റം പറയാൻ മാത്രമേ എല്ലാവരുള്ളത്. അതായത് അതാ നടക്കുന്ന ക്യാമറയും കൊണ്ട് നടക്കുന്ന ക്യാമറ മീൻസ് അന്ന് നമ്മുടെ കയ്യിൽ ഐഫോണൊന്നും ഇല്ല, ഒരു സാംസങ്ങിന്റെ ഫോണല്ലേ ഉള്ളത്. പക്ഷേ ഇപ്പോഴും നല്ല കോമഡി എന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ഇതെന്താണ്, പഠിക്കാൻ പോകുന്നില്ലല്ലേ, ഇങ്ങനെ തന്നെ നടക്കാല്ലേ, എന്താ സംഭവം, എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാ പോകുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ പണ്ട് എന്താ പറയാ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരപ്പുറത്ത് നിന്ന് ഇങ്ങനെ ചിലർ പുച്ഛിച്ച് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മൾ റോഡുമ്മ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ക്ലിപ്പൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം വരുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യും കേട്ടോ. അന്നത് ഭയങ്കര സങ്കടം. അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര, ഇപ്പം എന്ത് പോലെ തന്നെ. പക്ഷെ ആ സമയത്ത് അങ്ങനെ വന്നിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത്. അതെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 6 വർഷം എന്ന് പറയുന്ന സമയത്തിൽ ഒരു 5 വർഷം ശരിക്കും അധികം ആരും നമ്മൾ അറിയൂല. അതായത് കുറച്ച് നമുക്ക് ടൈം ഉള്ളപ്പോൾ മാത്രം, ഏട്ടൻ ജോലിക്ക് പോയി വന്നിട്ടുള്ള സമയം, അതുപോലെ ഞാൻ പോയി വന്നിട്ടുള്ള സമയം, ആ സമയത്ത് നമുക്ക് തോന്നിയ സമയത്ത് മാത്രം നമ്മൾ വീഡിയോസ് ഇട്ടേ. അപ്പം അധികം റീച്ച് ആവൂല്ലല്ലോ അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കാനും എന്നാണാവോ റീച്ച് ആവാൻ. ഏത് വീഡിയോ ഫസ്റ്റ് ആയിട്ട് റീച്ച് ആയത്? ഏതില്ല, യൂട്യൂബിലാണോ ഇൻസ്റ്റയില്? റീൽസിൽ ഫസ്റ്റ് ആണ് മോൻ അടിക്കുന്ന ഒരു വീഡിയോ അല്ലേ? അല്ല, അതിന്റെ മുമ്പേ കുറെ ഉണ്ടായിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊണ്ട് 5 മില്യൺ ക്രോസ് ചെയ്ത വീഡിയോ, അതായത് മോൻ ചെറുതാണ്, മോൻ എന്താ വെച്ചിട്ട് അടിച്ചത്, കാറുണ്ട് കളിക്കുന്നത്, അത് വെച്ചിട്ട് എന്റെ തലക്ക്. അപ്പം കുട്ടികൾ എങ്ങനെ തന്നെ വളർത്തണങ്ങള് അങ്ങനെ ഫുൾ നെഗറ്റീവായി. അവസാനം ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത്. കാരണം നമ്മളെ കുട്ടികളെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവില്ല. അതിന്റെ മോനന്ന് ചെറുതാ, ഒരു വയസ്സും കുറച്ച് മാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങിയത് അടി, അതായത് അടിക്കിന്ന് പറഞ്ഞ് അടിപ്പിച്ചതല്ല, ഞാനിങ്ങനെ കിടന്നിട്ട് മോനെ പറഞ്ഞ് കളിപ്പിച്ചത്. ആ സാധനം വെച്ചിട്ട് തലക്കൊരൊറ്റ അടിന്റെ എല്ലാ കിളിയും ഒരു വീഡിയോ ഉണ്ട്, കേറി പോന്ന് കത്തി റീച്ച് ആയത് ഞാൻ അത് അപ്ലോഡ് ചെയ്തല്ലോ. പക്ഷെ ഇത് റീച്ച് ആവുന്ന പ്രതീക്ഷ നമ്മൾ അപ്ലോഡ് ചെയ്തതല്ല. അതായത് എന്തോ ഒരു ടോൺ തൊട്ട് അത് അപ്ലോഡ് ചെയ്ത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു 3-5 മണിക്കൂർ കൊണ്ട് മില്യൺസ് ആയി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് 5 മില്യൻ്റെ മുകളിലായി വീഡിയോ പോയി. അതാണ് ഫസ്റ്റ് നല്ല വീഡിയോ. പിന്നെ നമ്മൾ അവിടെ സ്റ്റെക്ക് ചെയ്തില്ലേ, പിന്നെ ഇട്ടില്ലേ കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ടല്ല, പക്ഷെ പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം പെട്ടെന്ന് ഐഡിയ കിട്ടിയില്ല. പിന്നെ എന്താ വെച്ചാൽ അമ്മ വന്നൊരു കണ്ടന്റ് കൂടി അങ്ങനെ വൈറലായി. പിന്നെ ശരി അമ്മേനെ കൊണ്ട് കൊണ്ടുവരാം. അതിനുശേഷം വൈറലായ ഒരു വീഡിയോ, ഞാൻ മോനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് ആ മോള് വന്നിട്ട് ആ ഷീറ്റും കൂടെ വലിച്ചു മാറ്റി ഓളവിടെ ഓളിന്റെ അടുത്ത് കിടക്കും. അപ്പൊ ഞാൻ എന്താ പറയാ, മൂത്ത കുട്ടികളോടുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് പിന്നെ വൈറലായ വീഡിയോ. പിന്നെ അങ്ങോട്ട് നമ്മള് ഫാമിലി ആയിട്ടാണ് പിന്നെയാണ് അമ്മേനെ അങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പൊ ഈ ജോബ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നേരത്തെ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ജോബ് ചെയ്യുന്നുണ്ടോ അതോ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണോ ചെയ്യുന്നത്? ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. ജോബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം വീടിന്റെ തൊട്ടടുത്തോട്ട്, ഞാൻ ഇലക്ട്രീഷ്യൻ ആണ്, അപ്പൊ ആരെങ്കിലും വിളിച്ചാ പോകും. അതായത് ചെറിയ മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോകുന്നില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 10 വർഷം ആ മേഖല തന്നെയാണ്. 10 വർഷത്തിന് മേലെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 വർഷം. അപ്പൊ അതിന് മുമ്പേ വയറിങ്ങ. നിങ്ങളിപ്പോ അയൽവാസികളാണ്, അതുപോലെ തന്നെ നിങ്ങൾ ലവ് മിക്സ്ഡാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടു വീട്ടിൽ പറഞ്ഞതല്ല, വീട്ടിൽ നാട്ടുകാരായിട്ട് പോയി പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയി ഇഷ്ടപ്പെട്ടു. അത് കുഞ്ഞില്. പക്ഷെ അതിൽ നമ്മുടെ നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ള ടൈലറാണ് ആര്, ഇപ്പത്തെ എന്റെ അമ്മായിയമ്മ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി അവിടെയാ പോവാ. അങ്ങനെ ഞങ്ങൾ കണ്ട് പക്ഷെ അപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല. അതായത് എനിക്കൊരു ബ്രദറിനെ പോലെ തന്നെ. പിന്നെ ഞങ്ങൾ ഒരിക്കൽ അമ്പലത്തിൽ നിന്ന് കണ്ട് അങ്ങനെ എങ്ങനെയോ. അതൊരു വലിയ സ്റ്റോറിയാണ്. ഇപ്പൊ ഒരു റിയൽ ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഇപ്പോൾ റീൽസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ലൈഫ് നമുക്ക് അറിഞ്ഞൊന്ന് കൊള്ളാറുണ്ട്? കാരണം ആ ഒരു സ്ട്രഗിൾസും ഇപ്പൊ നിൽക്കുന്ന ഒരു ഹാപ്പി ഫേസ് ആണല്ലോ, ഇതിന് മുന്നേ കയറി വന്ന ഒരു സ്ട്രഗിൾ, അതൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോഴും കഷ്ടപ്പാടുണ്ട് ഇല്ലേ? പിന്നെ
എന്ത് ചോദ്യം. അതെ, ഞങ്ങൾ എന്താ പറയാ എന്തൊക്കെയോ ആണ് കഴിഞ്ഞൊരു 2024 നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായി. വീട് വെക്കേണ്ടി വന്ന് അത് അതിന്റെ ഇടയ്ക്ക് മോന് ചെറിയൊരു സർജറി കഴിഞ്ഞ് എല്ലാം കൂടി ഒരു എന്താ പറയാ ഒക്കെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായി. എല്ലാം കയ്യിൽ നിന്ന് പോയി, ഒന്നുമില്ല, എല്ലാം കയ്യിൽ പോയി നിന്നൊരു സമയത്താണ് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ അവസാനം എന്താ പറയാ എല്ലാം നഷ്ടപ്പെട്ട ഒരു സമയത്താണ് നമ്മള് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വീട്, നമ്മള് സ്വന്തം വീട് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇമോഷണൽ ടച്ച് ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് എന്റെ വീടിനെക്കാട്ടും കുറച്ചും കൂടെ ഏട്ടന്റെ വീടായിരുന്നു. അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ ചെറിയൊരു ബാധ്യത വന്നു, അങ്ങനെ അത് വിൽക്കേണ്ടി വന്ന് വിറ്റ്. ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റാവത് എന്താ പറയാ, നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് 100 രൂപ പെട്രോൾ അടിക്കാൻ ഉണ്ടാവില്ലേ സത്യമായിട്ടും. അങ്ങനത്തെ ടൈം ഉണ്ടായി. പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കറിയാം ഇവര് നല്ലോണം നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കയ്യിലുള്ള എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് ആർക്കും കറക്റ്റ് അറിയില്ല. കാരണം കാണുന്നതൊക്കെ ആ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ വണ്ടി എടുത്ത് പോകുന്നു പറയുന്നത് പുറയിൽ ഇരുന്ന ഇത് ടെൻഷനാണ്. നമുക്ക് ബൈക്കേ ഉള്ളൂ, അന്ന് കയ്യിൽ ബൈക്കേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, നമുക്ക് സങ്കടം വരുമ്പോഴേക്കും നമ്മൾ എന്താക്കും, എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പെട്രോൾ അടിച്ചിട്ട് കറങ്ങാൻ പോകും. അത് ദൂരെ എങ്ങും അല്ല, നമുക്ക് അവിടെ ഭാഗത്തേക്ക് ഈ വയലട, കക്കയം, അങ്ങനത്തെ തോണിക്കടവ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊക്കെ വെറും മലയും കുന്നും കാടും ഒക്കെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പൊ ഞങ്ങളങ്ങനെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് സങ്കടം പറഞ്ഞ് ചിലപ്പോൾ കരയും, ചിലപ്പം അങ്ങനെ. കാരണം ആ ലോകത്ത് ഞാൻ മാത്രമല്ല, നമുക്ക് വേറെ ആരോടൊന്നും പറയണ്ട. ഇപ്പൊ കരയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ചോദിക്കും എന്താ, അമ്മയ്ക്ക് അറിയാത്ത വിഷയമല്ല, പക്ഷെ അമ്മയോട് പറയുമ്പോൾ അമ്മേന്റെ ഒരു വിഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അങ്ങനെ കറങ്ങി നടന്നു അല്ലേ. ആ സമയത്ത് റീൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ സാംസങ്ങിലാണെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഇത്രയും കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അച്ചീവ് ചെയ്യാം, 100K 200K ഒക്കെ അടിച്ചു വരുന്നു, നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിരുന്നു? അത് ആ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞ പോലെ പൈസ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ ആവാൻ പറ്റും, അങ്ങനെ ചിന്തിച്ചിരുന്നു? അമ്മ പറയാനും അമ്മ തുടക്കത്തിലേ പറയാനും നല്ല താല്പര്യമാണ്. അമ്മയ്ക്ക് ഒരു മടിയില്ല, നമ്മളൊരാളെ 2K ജനിക്കേണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അമ്മ എല്ലാ വൈബിനും അടിപൊളിയാ. നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡാൻസ് പഠിപ്പിക്കും. പണ്ടൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അമ്മേന്റെ ഒരു 23-24 വയസ്സിലൊക്കെ അമ്മ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അഭിനയിക്കുക, പാട്ട് പാടുക ഭയങ്കര താല്പര്യം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഞങ്ങളോട് പറയാനും, മക്കളെ ഞങ്ങൾ ഒരു ദിവസം വീഡിയോ ഇട്ടാൽ 10 ദിവസത്തേക്ക് വീഡിയോ ഇടൂല, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയായിരുന്നു. അപ്പൊ അമ്മ പറയും, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ ഞങ്ങൾ അത് മുഴുവനാക്കുക, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടും, ഞാനും കൂടെ കൂടിത്തരാം, എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്തുതരാം. അപ്പൊ മോനന്ന് കുഞ്ഞും മോളൊരു 3-4 വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേരെ 2 കുട്ടികളെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യണമല്ലോ. അപ്പൊ അമ്മ ഭയങ്കര സപ്പോർട്ട് അന്നും ഇന്നും. നമ്മൾ ആ ടെൻഷൻ വരുന്ന സമയത്ത് ഈ സാധനം നമ്മൾ അവിടെ വെക്കും, വീഡിയോ ഇടൂല. ഈ ടെൻഷൻ എങ്ങനെ വന്നാൽ അത് ഒഴിവാക്കാൻ, ഈ പ്രശ്നം ഒഴിവാക്കാൻ ആദ്യം നോക്കൂ, എന്നിട്ടേ വീഡിയോയിലേക്ക് നോക്കിയിരുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഇതിൽ നിന്നാൽ ഈ ടെൻഷൻ ഒഴിവാക്കാം. അങ്ങനെയാണ് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ. വീടും സ്ഥലമൊക്കെ വിറ്റല്ലോ, അപ്പൊ നമ്മളെ കയ്യിൽ ഒന്നുമില്ല, നമ്മള് വെറും 0 അല്ലേ. അപ്പൊ എന്താ പറയാ, അപ്പോ നമ്മളെ കുറ്റപ്പെടുത്താനും ദിവസം ഞങ്ങൾ കരയാത്ത ഒരു ദിവസമില്ല. ചോറെടുത്ത് മുമ്പിൽ വെച്ചാല് നമ്മൾ അതിൽ കണ്ണീര് കിട്ടും അല്ലേ, അങ്ങനെ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയാ, മെയിൻ രക്ഷപ്പെടാൻ ഒരു മാർഗം അത് ഇതേ ഉള്ളൂ, മുമ്പ് കണ്ടു, അത്രേ ഉള്ളൂ. നമ്മളെ വിദ്യാഭ്യാസം വെച്ചൊന്നും വലിയൊരു ജോലിയിലേക്ക് മാറാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഏറ്റവും ഫ്രണ്ടിൽ വന്നത് ഇതാ. അപ്പൊ പിന്നെ ഇതിലങ്ങോട്ട് ഇറങ്ങി. ഇതിൽ ആ ഒരു സ്കിൽ ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത്? കൺസിസ്റ്റന്റ് ചെയ്യണം, നിങ്ങൾ ഫൺ കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട് കുറെ, അപ്പൊ സ്ക്രിപ്റ്റുകൾ, കാര്യങ്ങള്, ഇത് എടുക്കുന്ന ആംഗിളുകൾ, എഡിറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്ത് വന്നത്? നമ്മൾ ഒറ്റ ഷോട്ടിലല്ലേ എടുക്കല്? ഇതിലും ഒരു പ്രാക്ടീസ് ഒന്നുമില്ല, നമ്മള് ചെയ്ത് അങ്ങനെ ആയിരുന്നേ ഉള്ളൂ. അതെങ്ങനെ പ്ലാൻ ചെയ്യാം? ഇപ്പൊ നാളെ ഏതൊരു ഷൂട്ട് ഉണ്ട് പറഞ്ഞാൽ ഇന്നിരുന്ന് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാം? അപ്പൊ തോന്നും അന്നേരം എന്ത് തോന്നുന്നു അത് ഞങ്ങൾ വീട്ടിലുണ്ടല്ലോ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കും. ഇപ്പൊ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇട്ട് എന്റെ മോളെ കൈക്ക് എന്തുകൊണ്ടോ കാണിക്കാൻ പോണ്ടെന്ന്, അത് അന്നേരം തോന്നിയ ഒരു സംഭവം. കഴിഞ്ഞ വർഷം ശരിക്കും ഞങ്ങൾ ഇട്ടപ്പോ വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് അനുസിദ്ധാരം ഒക്കെ അല്ലേ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഇനി ആ വീഡിയോയില്. ഏത് വീഡിയോയിലായിരുന്നു അത്? അതായത് ഏട്ടൻ അടുക്കളയിൽ നമ്മളെ പഴയ വീടില്ലേ, വിറ്റ വീട്, അവിടെ നിന്ന് ചായ കുടിക്കുക. അപ്പം ഇന്നോട് ഏട്ടൻ പറയാണെന്ന് തോന്നുന്നുണ്ട്, ആ വീഡിയോ കണ്ടാലേ ഓർമ്മ വരുള്ളൂ, ഏകദേശം പറഞ്ഞു. ക്ലാസ് എടുത്ത് മാറ്റാൻ പറയുന്ന ഒരു വീഡിയോ. അപ്പൊ എന്റെ കൈക്ക് എന്തോ കുരുണ്ടോ, എനിക്ക് എടുത്ത് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ, മില്യൺസ് പോയി. അപ്പം ആ വീഡിയോ ഭയങ്കര റീച്ചായി. അപ്പൊ അത് ഞങ്ങൾ ഈ സമയത്ത് ഇന്നലെ ഒരു കണ്ടന്റ് ആലോചിച്ചപ്പോ, അല്ല ശരിക്കും അത് അമ്മ ഞാൻ പുട്ടുമ്പോഴും കടലയും പുട്ട് കഴിക്കും, ഞാനിങ്ങനെ കഴിച്ചപ്പോ ഞാൻ അങ്ങനെ വേണമെന്ന് ചോദിച്ചു. അന്നേരം അമ്മ ചോദിച്ചു, ആ തോള കഴിക്കുന്നത്. ഈ ചായ കുടിക്കുമ്പോ വേഗം പോയിട്ട് ട്രൈപോഡും ക്യാമറൊക്കെ എടുത്തോണ്ടെന്ന്
വീഡിയോ എടുത്തു. അപ്പൊ ആ വീഡിയോക്ക് അനുസരിച്ച് കമന്റ് ഈ ചെയ്തു. വീഡിയോക്കല്ല, ഇല്ല, ആ പണ്ടത്തെ വീഡിയോക്ക്, ആ വീഡിയോക്ക് പഴയ വീഡിയോക്ക്. ഓക്കെ. അപ്പോ ബിഫോർ ലൈഫ് ഇത്ര സ്ട്രഗിൾ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങളുടെ? വലിയ മാറ്റം ഇപ്പൊ അത്യാവശ്യം കൊളാപ്സ് കാര്യങ്ങൾ കിട്ടുന്നില്ലേ? ഇൻകം നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, ചെറിയ വണ്ടി എടുത്തു, നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു നല്ല വണ്ടി എടുക്കണം. നല്ല വണ്ടി. എനിക്ക് ഓള് വീട് വണ്ടി എന്ന് പറയും, ഞാൻ വീട് എന്ന് പറയും. അല്ല കേട്ടോ, ഞാൻ ശരിക്കും വീട് ഉണ്ടാക്കണം. കാരണം ആദ്യത്തെ വീട് സ്ഥലം വിറ്റല്ലോ. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മൊത്തം വീട് ഉണ്ടാക്കിയിട്ടില്ല, വീടിൻ്റെ ഒരു പകുതി ഭാഗമായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മുഴുവനാക്കണം. അതെ, പക്ഷെ അവിടെ ഉണ്ടാക്കണം എന്നല്ല, വേറെ മാറണം എന്നൊരു ആഗ്രഹം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് കുറേ വീടിനെ നടക്കും. ഞങ്ങൾ ഈ റോഡ് സൈഡ് താമസിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ചുറ്റും വീട് വന്നപ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടല്. അപ്പൊ പിന്നെ അതൊന്നും മാറണം എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും സ്ഥലം വാങ്ങിയിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ടൊരു വണ്ടി എടുക്കണം. വണ്ടി കളിയില്ല, അതെ, വണ്ടി എടുക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ഇൻകം, ഇതൊന്ന് ജനറേറ്റ് ചെയ്ത ഫസ്റ്റ് ഇൻകം എത്രയായിരുന്നു? യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ, യൂട്യൂബിൽ ഫസ്റ്റ് വന്നത് തന്നെ നമുക്ക് 8 സംതിങ് ആണ് ഫസ്റ്റ് വരുന്നത്. $100 $100 8K ആണ് നമുക്ക് ഫസ്റ്റ് വന്നത്. ഫസ്റ്റ് അതായത് 2019 അങ്ങനെ ആദ്യമായിട്ട്. അതൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയല്ലേ. ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങളെ വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ്? ഏറ്റവും കൂടുതൽ അങ്ങനെ ചോദിച്ചാ അത്രയും വിഷമിപ്പിച്ച എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ ഇടയ്ക്ക് ഒരു കമന്റ് വന്ന അത് പിന്നെ അയാൾ പിടിച്ചു. അത് പറയാൻ പിന്നെ അതൊരു വിഷമാണെന്ന് വെച്ചാൽ വിഷമാണ്, അല്ലെങ്കിൽ വെച്ചാൽ ഒരു ബാഡ് കമന്റ് പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സങ്കടമായി. പക്ഷെ എന്നാലും ആളെ ഞങ്ങൾ പിടിച്ചു. നിങ്ങൾ ലീഗലി അത് മൂവ് ചെയ്തോ? ലീഗലി മൂവ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മള് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവരെന്നെ തപ്പി പിടിച്ചു തന്നു, അങ്ങനെ ആളെ പൊക്കി തന്നു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇൻസിഡന്റ്, ഭയങ്കരമായിട്ട് മനസ്സിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു, അതായത് എവിടെ പോയാലും നമ്മൾ ആൾക്കാരെ സംസാരിക്കൂലേ. പിന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് തൊട്ട് അതെ, നമ്മൾ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും ഒരാളെങ്കിലും നമ്മളെ വന്നിട്ട് എന്താ പറയാ വീഡിയോ ചെയ്യുന്നല്ലേ ചോദിച്ചിട്ട് സംസാരിക്കും. ഒരു ഫുഡ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കില്ല. അറിയാം, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതായിട്ട് നമ്മൾ എവിടെയും പോയി ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീൽ വരും. ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയും. അപ്പൊ നമുക്ക് നിങ്ങൾ ഇത്രയും സ്നേഹിച്ച കപ്പിൾസ് ആണ്, അങ്ങോട്ടെങ്കിലും മനസ്സിലാക്കിയ കപ്പിൾസ് ആണ്, സ്ട്രഗിൾസിൽ കൂടെ നിന്ന കപ്പിൾസ് ആണ്. അപ്പൊ നമുക്കൊരു കപ്പിൾ ചലഞ്ച് ചെയ്യാം. അതിന്റെ ആവശ്യമില്ലായിരുന്നു. പ്രോപ്പർട്ടീസ്. ഓക്കെ, അനഘയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനും എഴുതണോ? ഞാൻ എഴുതണോ? അയ്യോ കൊലമാറും. കണ്ടോ? ഇല്ല തെറ്റിച്ച ഇന്ന് ഇവിടെ ഒരു അടി നടക്കും. അല്ല, ആ താങ്ക് യു എന്തിനാ പറഞ്ഞേ? ഇനിയിപ്പോ ഇതന്നെയല്ലേ എനിക്കൊരു ഡൗട്ട്. കാണിച്ചറിഞ്ഞ അതെങ്ങാ തെറ്റിച്ച മോനെ ഞാൻ തെറ്റിക്കും. അതേ ഞാൻ തെറ്റിക്കും. കാണിക്കട്ടെ? ഇതെയോ? ഓക്കെ, കാണിക്കാം. നടുക്കുള്ളതൊന്നും വേറെ വലിയ ഒന്നായിട്ട് കണക്കാക്കരുത്. നോക്കട്ടെ. ശരിയാണ്, തിരിച്ചെഴുതിയതാ. വെരി ഗുഡ് ബോയ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ആലോചിച്ചു. രക്ഷപ്പെട്ടു. അടുത്തത്, അനഘയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്തതാവാൻ ചിലപ്പം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഇത് കിട്ടണം അങ്ങനെ. വേണ്ട, എന്തെന്നാ ഞാൻ എഴുതണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് മിക്കവാറും തെറ്റാൻ വേണമെങ്കിൽ ഞാൻ ബ്രാക്കറ്റിലും കൂടി എഴുതിയേക്കാം. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വിടുന്ന എന്റെ ഇരുത്തൊക്കെ കണ്ടില്ലേ? ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. കുഴപ്പമില്ല, ടൂ വീലർ നേരത്തെ ഞാൻ ആദ്യം എഴുതാൻ പോയത് ഒരു ഗോൾഡിന്റെ കാര്യം. പിന്നെ ഞാൻ ആലോചിച്ചു അതിനങ്ങനെ അടി ഉണ്ടാക്കില്ല. പറയലുണ്ട് ഗോൾഡ് അങ്ങനെ ഇഷ്ടമല്ല, ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ പറയലുണ്ട്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ലൈസൻസ് എടുക്കാൻ പറഞ്ഞ അടി ഉണ്ടാക്കലുണ്ട്. അതാണ് ലൈസൻസ്. പക്ഷെ ഗിഫ്റ്റ് പിന്നെ എനിക്കൊരു കാര്യം അല്ല, അതൊക്കെ ഗിഫ്റ്റ് ആണ്. ഞാനല്ലേ മറ്റേ ലൈസൻസ് തന്ന പടത്തിൽ പൃഥ്വിരാജിന് സുരാജ് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നു. ഗിഫ്റ്റോ? ഞാൻ കണ്ടില്ല. ഇവരെല്ലാം കറക്റ്റ് ആക്കിയാണ് തന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആർക്കാണ് പിശുക്ക്? രണ്ടുപേരുടെ സ്വന്തം പേര് എഴുതുമോ മാറ്റി എഴുതുമോ? എഴുത്. പിശുക്കി ഓർ പിശുക്കൻ?
കാണിക്ക് കാണിക്ക് എട്ടോ ആരാ നോക്കട്ടെ. ഇവര് ശരിക്കും ലബ്ബാണ് കേട്ടോ. അതെ, അതല്ല ഇതെന്താ സംഭവിച്ചാൽ ഞാനാണ് എനിക്ക് കൈ അങ്ങനെ ഒപ്പില്ല. അതായത് എല്ലാം വാങ്ങിച്ചൊക്കെ തരും. പക്ഷെ എന്നാലും ഒരു റൗണ്ട് ഫിഗർ ആക്കി ഒരു പൈസ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 10 രൂപ എടുത്താൽ പിന്നെ ഭയങ്കര പ്രഷറാ. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും. എന്റെ ഗൂഗിൾ പേയിലുള്ള പൈസ ഇപ്പൊ ഏട്ടന്റെ കയ്യിൽ ഇപ്പൊ അതൊരു എക്സാമ്പിൾ പറയുകയാണെ ഒരു 20,000 എന്ന് വെച്ചോ. അപ്പൊ 19,900 എന്റെ 100 എടുത്ത് അങ്ങോട്ടേക്ക്. സീരിയസ് ആയിട്ട് സൈക്കോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ ഒരു ദിവസം 1 ലക്ഷം ആക്കി കൊണ്ടുനടന്ന് അതിനകത്ത് 800 പൈസ കുറഞ്ഞു കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര വെപ്രാളം. ഞാൻ എന്റെ സത്യം എന്താ വെച്ചാൽ എനിക്ക് എന്താ പറയാ അതങ്ങനെ സംഖ്യയിൽ ഇങ്ങനെ കാണാൻ അതെ. അതായത് അത് കുറെ കാലം ഇല്ലല്ലോ. അപ്പൊ കിട്ടി നോക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ചെലവാക്കാൻ പിശിക്കാൻ. അതെ, പക്ഷെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇല്ല, ഫുഡൊക്കെ വാങ്ങിത്തരും, എല്ലാം വാങ്ങിത്തരും, സെറ്റാ. പക്ഷെ കയ്യിലുള്ള പൈസ എടുക്കും. ഗൂഗിൾ പേക്ക് മാത്രമേ വിഷയമുള്ളൂ. അതാണ് ഗൂഗിൾ പേയിൽ ഇങ്ങനെ റൗണ്ട് അതിങ്ങനെ കാണും. അതെന്താ വെച്ചാൽ കുറെ കാലം അത് ഇല്ലാത്തോണ്ട് നമുക്ക് അത് ഉണ്ടായി നോക്കുമ്പോൾ വിട്ടുകളയാനുള്ള ഒരു പടിയില്ല. അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് വിശന്നാൽ ഞാൻ അല്ലാണ്ടാവും? അത് ആലോചിക്കാനൊന്നുമില്ല. അത് ഞാൻ അധികം ആലോചിച്ച് ശരിയാവും. ഇതാ എനിക്ക് വിശന്ന് സഹിക്കാൻ പറ്റൂല. അതായത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ മുമ്പിലുള്ള ആളൊക്കെ ചീത്ത അറിയും. സ്ഥിരം വരുമ്പോൾ ഞാൻ അർജുന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം. അയ്യോ കൊറേ ഡ്രീം ഉണ്ടാവല്ലോ, എപ്പോഴും പറയുന്ന ഒന്നല്ലേ പറയുന്നൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അനക്കേണ്ടത് കുറച്ചൊക്കെ ചോദിക്കണം കേട്ടോ. നെക്സ്റ്റ് അനകേരാ കാണൂല. ഓക്കെ, കണ്ടാൽ ഞാൻ കാണിച്ചു. കാണിച്ചോ കാണിച്ചോ കാണിച്ചോ. തെറ്റിയാണോ തെറ്റണോ? ഇത് തെറ്റാ. അടിപൊളി. നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞ ഞങ്ങൾക്ക് വീട് സ്ഥലം വേണം, വേണമെന്ന് പറഞ്ഞു. അതെ, എന്നോട് എപ്പോഴും പറയും. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് വീടൊക്കെ വേണം, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് കൊണ്ട് നടക്കണ വണ്ടി ഒന്ന് മാറ്റണം. ഇപ്പൊ നിലവിൽ ഏറ്റവും വലിയ ആഗ്രഹം. എന്തൊരു സൂര്യക്കേടാ ഞാൻ സഹിക്കണ അറിയോ? ഞങ്ങൾ അങ്ങനെ പറയാ, സൂര്യക്കേട് അറിയോ? ഇവിടെ തന്നെ അങ്ങനെയല്ലേ? അവിടെ വീടുണ്ടാക്കാന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വലിയൊരു കാറ് വാങ്ങണം, വലിയൊരു കാറ് വാങ്ങണം. പക്ഷെ എന്നാ കാറ് വാങ്ങിക്കാല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വേറെ 2 സെന്റ്. പിന്നെ അനങ്കയുടെ ഡ്രീം ചോദിച്ചാലും കാർ തന്നെ ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ്. കാറ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്തുകൊണ്ടാ അറിയോ? ഇയാളെ സൂര്യക്കേട് സഹിക്കണ്ടല്ലോ എന്ന് വാങ്ങിയാ പിന്നെ തീർന്നല്ലോ. ഈ കാലം ഒക്കെ അടിക്കേ ഞാനിതാണെങ്കിൽ മൂലക്കിൽ ഒഴിവാക്കാൻ പറയാം. എന്നാൽ പിന്നെ എനിക്ക് തുടങ്ങും. പിന്നെ ഞാൻ ഈ ഫോണൊക്കെ എടുത്ത് കുത്താൻ തുടങ്ങും. അതെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് അല്ലേ? എന്നീനത് ആലോചിക്കുന്നു. തെറ്റിക്കല്ലേ? എഴുതാനുള്ള ഒരു ത്രില്ല് കണ്ടോ? തെറ്റില്ലേ? കാണിച്ചോ നോക്കട്ടെ. അതെ, ശരിയാണല്ലോ. ഞാൻ വരട്ടിങ് വെട്ടിയിട്ടുണ്ടാവും. എന്നുവെച്ചാ മാസം ഡേറ്റ് സോറി ജാനാണോ? ജനുവരി 8-ന് 2018. പൂജ 8-1 പറഞ്ഞായിരുന്നു. ഞാൻ പൂജ 1-8 എഴുതിയ പ്ലേസ് അങ്ങോട്ട് മാറി. എന്തെങ്കിലും കൊനസ്റ്റ് ചോദ്യം ചോദിക്കരുത്. അതായത് ഇന്ത്യയിൽ മാത്രം കേട്ടോ, എന്നാലേക്ക്. ഓക്കെ, അനഘയുടെ ഫേവറേറ്റ് ഫുഡ് എന്തായാലും ഒരു ചാർട്ട് തരുമോ? മാറ്റി എഴുതാനാണ്. ഞാൻ കാണിക്കട്ടെ. കാണിക്ക്. ബിരിയാണി മന്തി. എനിക്കിപ്പോ ബിരിയാണി ഇഷ്ടമല്ല. കഴിച്ച് ഞാൻ മടുത്തു. ഇപ്പൊ മന്തിയാ. പഞ്ചാബി ഹൗസിലെ ദിലീപ് പോകാണ്ടില്ലേ? അതുപോലെ അതെന്താ? പഞ്ചാബി ഹൗസിൽ രമണനും ദിലീപും ഇതിൽ 3 നടന്നപ്പോ ഒരു കടേനെ സെല്ല് അതേപോലെ അതിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോ പറയാം അങ്ങോട്ട് പോട്ടെ. എനിക്ക് മാത്രല്ല പ്രശ്നമുള്ളത്, അതായത് 2 മക്കളും ഉണ്ട്. അപ്പൊ ഇവർക്ക് 2 മന്തിന് മണവരും 2 മക്കളെ പറയണ്ട, മോനെ പറഞ്ഞാൽ മതി. മോൻ ചിലപ്പോ കിടന്നുറങ്ങുക കഴിയും. അപ്പൊ ഈ ഹോട്ടലിൽ നമുക്ക് കൂടി പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എന്തോ മണക്കുന്നുണ്ട് അച്ഛൻ പറയും. എന്നിട്ട് പോവാ. 3 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും മണക്കുന്നുണ്ടെന്ന് അറിയും. അങ്ങനെ. ഓക്കെ, അർജുന്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ. അതാരാത്? എനിക്ക് അങ്ങനെ ഫുട്ബോൾ ഫിഫ ഒക്കെ നടക്കാണല്ലോ. ഫിഫ നടക്കല്ലേ, അപ്പൊ ആ ഒരു ആവേശമൊക്കെ കണ്ടിട്ട് ഞാൻ എത്ര വർഷത്തിലേക്ക് കളി ഇരുന്ന് കാണുന്നത് കണ്ടിട്ടില്ല. മിസ്റ്റേക്ക് ഒക്കെ വരും. സീരിയസ് ആയിട്ട് ഞാൻ കണ്ടില്ല. ഫുട്ബോൾ പ്ലെയർ അല്ല, മീൻസ് ഇഷ്ടമല്ല. ഇഷ്ടമൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമല്ലെന്ന് ആരാ കാണാറില്ല പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്നത് കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല. കാണാത്തതൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നത് മകളെ.
അയ്യോ ചോക്ക് വായി എന്നാലും ഞാൻ തിന്നു അത് അതായത് തിന്നാനുള്ള കുറച്ച് ക്ലൂ തരുമോ ഇനി Clue തരാനാ? റൊണാൾഡോ മെസ്സി നെയ്മർ അങ്ങനെ അതാണ് എനിക്ക് വേറെ ഒരു മിസ്റ്റേക്ക് നോക്കാം. മെസ്സി, ഓക്കെ ഇത് ഫുട്ബോൾ പ്ലേയേഴ്സ് ആണല്ലേ ഇവര്. ഓക്കെ ദൈവമേ. ഇവരിപ്പോ ഫുട്ബോളിലോട്ട് മാറി. കളി ഞാൻ അങ്ങനെ കാണലില്ല. രണ്ടുപേരും പക്ഷെ കറക്റ്റ് ആയിട്ട് എഴുതിയേക്കണം. ക്യാമറ കാണിച്ചോ? ക്യാമറ കാണിക്കണം. അതാ കണ്ടോ. പക്ഷെ എനിക്ക് എന്താ അറിയോ, എനിക്ക് ടൈം കിട്ടലില്ല. രണ്ട് മക്കളൊക്കെ ഞാൻ കാണുന്നു. ഞാൻ പിന്നെ അങ്ങനെ ഒരു ടൈം കിട്ടാത്തോണ്ടാണ് കേട്ടോ മെസ്സിയൊക്കെ ഫുട്ബോളിലോട്ട് മാറിയത് അറിയാം. ഈ ഫുട്ബോൾ പ്ലേയേഴ്സിന് ഇനി ഞാൻ അങ്ങ് ശൂന്യാകാശത്തേക്ക് പോകേണ്ടി വരും. അല്ല, ഇതിന് വേറെ കാര്യം. ഞാൻ വീട്ടിൽ ഇരുന്ന് ഫുട്ബോൾ കാണുന്ന അവിടെ കാണലില്ല. ഇല്ല കണ്ടിട്ടില്ല. മെയിൻ പ്രശ്നം അതാണ്. ഞാൻ അങ്ങനെ ഫുട്ബോൾ അങ്ങനെ കാണുക കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കമ്പനിക്കാരപ്പുറം പോയി കണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഞാൻ കാണലില്ല. സമയം കിട്ടലില്ല. രണ്ട് മക്കൾ നമുക്ക് അറിയാലോ, അതോട് ഇല്ല കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടാക്കുന്നതില് അർജുന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കാനല്ലേ തിന്നാൻ കൊടുക്കില്ലത്. എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ ഫേവറേറ്റ് ഫുഡ് അറിയാം. എന്താ ഉണ്ടാക്കല്? ഫുഡ് എന്നൊക്കെ അതിന് പറയാൻ പറ്റുമോ? അതല്ലേ ഞാൻ പറഞ്ഞൊന്നുണ്ടായി തരില്ല. എന്തെങ്കിലും കറി ആവാം, എന്തെങ്കിലും ഒരു കറി ആവാം, കറി തോരനാവാം, എന്തെങ്കിലും ഒരു നല്ലതാണ് നീ ഇത് ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് പറയില്ലേ? അയ്യോ, ഇതൊക്കെ ഞാൻ എങ്ങനെയാണോ എഴുതി പൂരിപ്പിക്കുന്നത്? ഇല്ല ഫാൾട്ട് ആണ്. ഞാൻ നോക്കുന്നില്ലല്ലോ. ഇല്ല ഞാൻ ഇങ്ങനെ തിരിയാൻ പറ്റാത്തോണ്ടല്ലോ. ഞാൻ കോപ്പി അടിച്ച് ചെയ്തു. വായിക്കാൻ പറ്റുന്നുണ്ടോ പറഞ്ഞാൽ തക്കാളി ഫ്രൈ, തക്കാളി ചട്നി. രണ്ടൊന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ. അതെ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു അപകടം പറ്റി കിടന്നു. കാലിക്ക് നമ്മളെ കട്ടറുണ്ട്, ചുമര് കട്ട് ചെയ്യുന്നത്. അത് കൂടി ഞാൻ അങ്ങനെ കിടന്നു ഒരു 6 മാസം. ആ സമയത്ത് വീട്ടിൽ വരികയാണ്, കല്യാണം കഴിഞ്ഞ മുമ്പ് കേട്ടോ. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്തായാലും എണീറ്റ് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഒരു ദിവസം എന്തോ ദോശ കയറ്റാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടു. പക്ഷെ അന്ന് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഉണ്ടാക്കി ടേസ്റ്റ് കിട്ടിയില്ല എന്നോട് ഇപ്പോഴും തല്ലോടും. പിന്നെ ആ ടേസ്റ്റ് കിട്ടില്ല. അതെ, നീ എന്നെ പറ്റിച്ചു. വന്നിട്ട് പറയും ഈ അന്നാക്കിയ പോലെ ആയില്ല. അപ്പൊ ഞാൻ പറയും ഇത്രയ്ക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒരു രക്ഷയില്ല. നല്ല കല്യാണം കഴിച്ച 2 കുട്ടികളായി. അത്രയ്ക്ക് മതി. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനഘയുടെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം, മീൻസ് അനഘയുടെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്തായിരിക്കും? അതൊന്ന് മാത്രം. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ദേഷ്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ദേഷ്യം പിടിക്കും. ഇത് ഈ സ്വഭാവം തീരെ ഇഷ്ടമല്ല. എന്നോട് പറയും ഇത് മാറ്റണം എന്ന്. എനിക്ക് ദേഷ്യം പിടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. തൊട്ടനും പിടിച്ചും ദേഷ്യം പിടിക്കും എനിക്ക് ഭയങ്കര. എനിക്ക് വേഗം ദേഷ്യം വരും. ഷോർട്ടം ഭയങ്കര ഷോർട്ടം പടാണ്. തിരിച്ച് അർജുന്റെ ഇഷ്ടമല്ലാത്തൊരു കുറിപ്പ് എഴുതാൻ പറ്റുമോ? A4 സൈസ് പേപ്പർ കൊടുക്കൂ, പേന കൊടുക്കൂ. ഇഷ്ടപോലെ ഞാൻ എഴുതും. അതായത് എന്താ ഇഷ്ടമില്ലാത്ത കാര്യം, ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതിപ്പോ എങ്ങനെ എഴുതിപ്പോ ഒരു പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഒരു നേരത്തെ എഴുതിയില്ലേ ദേഷ്യം? അങ്ങനെ അതായത് ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിനെന്ത് പറയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒറ്റ വാക്ക് എഴുതിട്ടുണ്ടോ? അനുസരണയോ? അനുസരണ ഇഷ്ടല്ലേ? അതായത് മീൻസ് അനുസരണ ഇല്ല. ഓ, അനുസരണ ഇല്ല. അതായത് മടി. സെയിം ഇതേ ഒരു ഇത്. അതായത് എന്തൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല. അനുസരിക്കാൻ ഭയങ്കര മടി. അതെ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? വേറെല്ലാണ്ടായി എന്ത് ചെയ്യാൻ? അപ്പൊ എന്ത് പറഞ്ഞാ നിങ്ങൾ കൂടുതൽ അടി ഉണ്ടാക്കുക? കാരണമൊന്നുമില്ല. അതായത് ഇപ്പൊ എന്തേലും പറയൂ. അതായത് ഈ കുംഭ മീൻസ് വയറ്, ആ വയറ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് 4 ദിവസം എക്സസൈസ് ചെയ്യും. അതായത് ഒരു ദിവസം ഞാൻ രാവിലെ കട്ടുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ 4 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എന്റെ അടുത്ത് കിടക്കണ ആളെ കാണില്ല. താഴോട്ട് നോക്കുമ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ? യോഗ എന്നല്ല, ധ്യാനത്തിലാണ്. 4 മണിക്കോ? ശരിക്കും സത്യം പറഞ്ഞ എനിക്ക് മടിയാ. എനിക്ക് തടി കുറയ്ക്കാൻ ഭയങ്കര മടി. അപ്പൊ എന്നിട്ട് ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാൻ ചോദിച്ചത് എത്ര ദിവസം കാണുന്നു? അപ്പൊ ഇന്ന് മുതൽ ഞാൻ മരിക്കുന്നത് വരെ നിന്നോട് പറഞ്ഞത്. അല്ല, പിറ്റേന്ന് മുതൽ അത് കണ്ടില്ല. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേനെ പോകുന്ന നന്നായി ധ്യാനത്തിലാണ്. അതായത് രാവിലെ എണീറ്റിരുന്ന എക്സസൈസ്. വീടിന്റെ പുറകിൽ നോക്കുമ്പോണ്ട് എന്തോ കിതയ്ക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ എണീക്കാൻ ഏട്ടൻ നേരത്തെ എണീക്കും. അപ്പം എന്താ പറയാ, എന്തോ ഒരു കിതയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ജനല് തുറന്ന് നോക്കിയപ്പോ ഓടിയിട്ട് കിതക്കുക. പക്ഷെ 2 ദിവസം
ഞാൻ പറഞ്ഞു എനിക്ക് മടിയാ മടിയാ തടി കുറയ്ക്കാനാ ഭയങ്കര മടിയാ മടി പക്ഷെ 4 മണിക്ക് എണീറ്റ് അതൊക്കെ ചെയ്യും അവിടെ ഒരു ദിവസം മടിയുള്ള ആളെങ്ങനെ 4 മണിക്ക് എണീക്കുക? അത് അലാറം വെച്ച് എഴുന്നേറ്റ് തലേന്ന് രാത്രി അല്ല ഇങ്ങോട്ട് തല്ലുണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീക്കൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യും, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ഓടുക ചാടുക നടക്കുക തടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച്. അതെ. ഓക്കെ, ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കൂടുതലും ശരിയായിരുന്നു. അടിപൊളി. അയ്യോ പതുക്കെ അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സ് ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ജിയോ മച്ചാൻ. ജിയോ മച്ചാൻ ഓ, okay, okay. എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം തന്നെ തുടങ്ങിയത് തന്നെ പുള്ളിക്കാരനെ കണ്ടിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ കാണാനും പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, മൂപ്പരെ കണ്ടന്റ് പ്ലാൻ ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഈ ഫിഷിങ്, ദൂര സ്ഥലത്തേക്കൊക്കെ പോവാ, ഫുഡൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ചാനൽ കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഇനി ആ വഴിക്കൊന്നും കിട്ടൂല എന്ന് മനസ്സിലായപ്പോ ഇങ്ങനെ മാറി. അതിന്റെ ബാക്കിലങ്ങ് പോകല്ലാണ്ട് രക്ഷയില്ലല്ലോ. അതുകൊണ്ടല്ല, പക്ഷെ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് വർക്ക് ആവുന്നില്ല അല്ലേ? ഈ ഫാമിലി ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വേഗം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അതെ അതെ അതെ, ചിരിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഒരുവിധം ആൾക്കാർ ചെയ്തൊക്കെ ഞങ്ങള് റീഷൂട്ട് ചെയ്ത് ചെയ്യലുണ്ട്. ആൾക്കാർ ചെയ്ത് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട്, അതായത് കോപ്പി അടിച്ച് വ്യത്യാസമൊക്കെ വരുത്തി ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത വീഡിയോസ്, നമ്മൾ ഇറക്കിയ സാധനങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നലില്ല കേട്ടോ. പക്ഷെ കാണുന്ന ആൾക്കാർ പറയും അയ്യോ കോപ്പിയടി കോപ്പിയടി. അതെല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാള് ചെയ്തൊരു കണ്ടന്റ് ചിലപ്പോൾ ഞാള് ചെയ്ത് വൈറലായ ഒരു കണ്ടന്റ് വേറെ ആൾക്കാർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെയ്ത് ഞാള് ചെയ്യലുണ്ട്. അതെല്ലാരും മാറി മാറി ചെയ്യലുണ്ടാവും. അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഒരു സോങ് ഇറങ്ങിയപ്പോ അതിന്റെ ഡാൻസ് എത്ര ആൾക്കാരാ ചെയ്യുന്നത്, അപ്പൊ ആൾക്കാർക്ക് പരാതിയില്ല. പക്ഷെ ഒരാള് ചെയ്തൊരു കണ്ടന്റ് കാണുമ്പോ കോപ്പി എന്ന് പറയും. അമ്മേന്റെ ഫുഡ് ഓർ അനഘയുടെ ഫുഡ്? അമ്മ. ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തോണ്ട് വിഷയമില്ല. ദൈവം വന്നിട്ട് 3 വരം തരാന്ന് പറഞ്ഞാല് ഫസ്റ്റ് എന്തൊക്കെയാണ് പറയാ? 3 ഒരു വീട്, ഒരു വണ്ടി, പിന്നെ സന്തോഷത്തോടെ ജീവിക്കാം. അതൊരു വരം. ഓക്കെ. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ഏത് നായികയുടെ നായകനായിട്ട് അഭിനയിക്കാനാണ് താല്പര്യം? ഏതായാലും കുഴപ്പമില്ല. ഇത് നേരത്തെ മുങ്ങിപ്പോയതല്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാ നായികമാരും താല്പര്യം. ഒരാളെ പേര് പറഞ്ഞാലേ കുറച്ചുള്ളൂ. എന്നാലും ഒരാളെ ചൂസ് ചെയ്യും. നിർബന്ധ അങ്ങനെയൊക്കെ പോയി ചോദിച്ചാല് കല്യാണി പ്രിയദർശൻ. ലാസ്റ്റ് കണ്ട സിനിമ അത് ചോദിക്കരുത്. അയ്യോ പറയില്ല. തിയേറ്ററിൽ പോയി കണ്ട സിനിമ കൂടെ ഒന്ന് ചോദിക്കാം. തിയേറ്ററിൽ പോയി കണ്ട സിനിമ, ലാസ്റ്റ് കണ്ട സിനിമ സുഡാനി ഫ്രം നൈജീരിയ. അതായത് ഏത് വർഷം? വർഷം ഓർമ്മല്ല, അതായത് കുറെ കൊല്ലം മുമ്പേ. ഓക്കെ, നെക്സ്റ്റ് അനഘടുത്ത് പോവാം. ഓക്കെ, റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് പറയണം അല്ലേ? ഓക്കെ. ഫസ്റ്റ് അർജുനെ കണ്ടപ്പോ എന്ത് ഇംപ്രഷൻ ആണ് തോന്നിയത്? അതായത് കെയറിങ്ങോ? ഫസ്റ്റ് അതായത് എല്ലാരെയും പോയിട്ട് കെയർ ചെയ്യുന്നൊരു അങ്ങനല്ല. അതായത് ഈ ലേഡീസിന്റെ ഒക്കെ അടുത്തൊക്കെ പെരുമാറുമ്പോ അതല്ല ലേഡീസ് ഉപയോഗിക്കരുത്. ഞാൻ പറയട്ടെ, കുട്ടികൾ അതായത് ഞാൻ പറയട്ടെ, കുട്ടി പറയട്ടെ ഒരു 15 വയസ്സിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിക്കില്ല കേട്ടോ. 10-15 ഉള്ള കുട്ടികൾ അല്ല, 15 കുട്ടികളോ? ഞാനെന്താ കൃഷ്ണനോ? 10-15 വയസ്സുള്ള മക്കളാണെങ്കിൽ പോലും ഇല്ലേ നല്ല പോലെ അങ്ങനെ കെയർ ചെയ്ത് ശ്രദ്ധിച്ച് അത് ചെയ്യില്ല കേട്ടോ. അങ്ങനെ അപ്പൊ അത് ഫസ്റ്റ് കണ്ടപ്പോഴേ ആളുടെ കെയറിംഗ് ആണ് നോട്ടീസ് ചെയ്തത്. അതെ. ഡെയിലി ഈ 3 സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ പറ്റില്ല. 3 സാധനങ്ങൾ എന്തായിരിക്കും? ഫുഡ്, ഫോണ്, എന്റെ മക്കള്. അതായത് കുറച്ച് വലുതായല്ലോ, അപ്പൊ 2 ദിവസം വേണേ കാണാതെ നിക്കാം, കുഴപ്പമില്ല. വലുതായാലും ചെറുതായാലും ഞാൻ അതന്നെയല്ലേ. ഫുഡ് ഞാൻ മനസ്സിലായി. ഫോണ് അവിടെയും ഞാൻ ഒന്നും പറയാം. രണ്ടാമത്തെ പ്രതീക്ഷയിൽ കണ്ടിരിക്കാം. ഫുഡ് എന്തായാലും ഒഴിവാക്കില്ല. ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. 3 ഇല്ല. ശരി, തീർച്ചയായിട്ടും 4 മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി ഓപ്ഷൻ വേണ്ട. പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഒരു കാര്യത്തിലാണ്. എന്ത് കാര്യത്തിലാണ്?
ഡ്രസ്സ് ഡ്രസ്സ്. ഓക്കെ, അതൊക്കെ പിന്നെയും വാങ്ങാൻ തോന്നും. ഒന്നും ഇല്ലാത്തവർ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, ഒരു അലമാരയെ കൊള്ളാഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ച്. പക്ഷെ ഇന്ന് വരുമ്പോ ഒരൊറ്റ ഡ്രസ്സും കാണുന്നില്ല. അതാണ്. ഓക്കെ, നല്ലതായിരുന്നു. റാപ്പിഡ് ഫയർ ആയിരിക്കും. കുറെ പേരൊക്കെ ഇന്റർവ്യൂ എടുക്കണല്ലേ, അപ്പം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ കേൾക്കുമ്പേ എന്താ തോന്നുന്നേ? വിഷമാവും ചെറുതൊക്കെ. ഇപ്പൊ ഞങ്ങളെ സ്റ്റോറി കേട്ടപ്പോ എന്താ തോന്നിയേ? എനിക്ക് വിഷമായില്ലേ? പക്ഷെ അതിനെക്കാട്ടും കുറെ കഥകൾ അതെ, അതിപ്പോ ഈ പറഞ്ഞ ഞാനും ഇയൊക്കെ കരയും ഇല്ലേ? പറയണ്ടല്ലോ, എല്ലാവരുടെ ലൈഫിലും ഒരു സ്റ്റേജ് ഉണ്ടാവും. അതെ, നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാനും നമുക്ക് വേണ്ടപ്പെട്ടത് ആരൊക്കെയാന്ന് മനസ്സിലാവാനും ഒരു നല്ലൊരു ടൈം, അതൊരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സമയമായിരിക്കും. അപ്പോഴാണ് നമുക്ക് അവരെ മനസ്സിലാവുക. അതിനുശേഷം നമ്മൾ ഒരിക്കലും ഓലെ മുമ്പിൽ തല കുനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തല കുനിക്കേണ്ടി വരില്ല അല്ലേ? അതെ, അങ്ങനെ ഒരു സ്റ്റേജ് വരണം. നമുക്ക് ജീവിതത്തിലില്ലേ ചില മനുഷ്യന്മാരെ ദൈവം അതിനായിട്ട് അയച്ചിട്ടുണ്ട്. കാരണം ഒരു കാരണമാണല്ലോ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരിക. അപ്പൊ നമ്മൾ അത് മൊത്തത്തിൽ അനുഭവിക്കും, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയി വരും അല്ലേ? അങ്ങനല്ലേ? അച്ചോടന് കൂടുതൽ അനുഭവങ്ങളുണ്ട്. അങ്ങനെ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഇനി എന്താ ഇതിപ്പോ ഞാൻ ഉത്തരം പറഞ്ഞല്ലേ? ഞാനല്ലേ ഉത്തരം പറഞ്ഞേ? ചോദ്യം ഞാൻ ഇപ്പൊ ഒരുപാട് കൊളാബറേഷൻസ് കാര്യങ്ങള് ഇൻസ്റ്റേന്നും എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. കാരണം നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു ടീമാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ വലിയ രീതിയിലൊന്നുമില്ല. അതായത് ചിലർ വിളിച്ചിട്ടൊക്കെ നമ്മുടെ അടുത്ത് പറ്റിക്കാതൊന്നും പറയാൻ പറ്റൂല, ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. അതായത് നമ്മളൊരു പേയ്മെന്റ് അപ്പൊ നമുക്കൊരു വിഷമല്ലേ? അപ്പൊ നമ്മളെ കണക്ട് ചെയ്യുന്നതാണല്ലോ. വലിയ രീതിയിൽ പറ്റിക്കുന്ന പണി, ഒരു ഡിസ്റെസ്പെക്ട് അല്ലേ പേയ്മെന്റ് പറയുമ്പോ. അത് പിന്നെ ചിലരില്ലേ റെസ്റ്റോറന്റിന്റെ ഒക്കെ പ്രൊമോഷൻസ് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ഫുഡ് തരാം, വീഡിയോ എടുത്താൽ മതി. അത് ഞാൻ കുറെ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോയിൽ കണ്ടു. കാരണം എന്താണെന്നറിയോ, അത് നമുക്ക് ഭയങ്കര വിഷമാവും ശരിക്കും പറഞ്ഞാൽ. കാരണം ഫുഡാണ് ഇമ്പക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കഴിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇമ്പളെ എവിടെ ഫുഡ് കഴിച്ചാലും ഏട്ടൻ പൈസ കൊടുക്കൂലേ? പൈസ കൊടുക്കാതെ ഞാൻ ചിലപ്പോൾ പറയും കുഴപ്പമില്ല, അത് പ്രൊമോഷൻ അല്ലേ പറഞ്ഞാൽ മൂപ്പര് എന്തെങ്കിലും പൈസ കൊടുക്കും, ഫുഡിന് പൈസ കൊടുക്കും, ബാക്കി അപ്പം അങ്ങനെ ഒരു തീരെ ഒരു റെസ്പെക്ട് ഇല്ലാതെ ഓരോരുത്തർ നമ്മൾ വലിഞ്ഞു കയറി ചെന്ന മാതിരിയാണ് ഒരു സംസാരിക്കും. ഫ്രീ ആയിട്ട് കഴിച്ചോ കണ്ടന്റ് പറ്റിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. പറ്റിക്കാന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് പറ്റിക്കലുണ്ട്. എന്ത് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞ അയ്യോ ഞങ്ങളുടെ അടുത്ത് ഇത്രയും തരാനുള്ള, അപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നും, എന്നാ പിന്നെ നമുക്ക് കാര്യം ചെയ്യാം. പക്ഷെ നമ്മളെക്കാട്ടും ഫോളോവർ കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും, അതിലും കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് ചെയ്യിക്കുന്ന, അത് നമ്മളറിയാം ഇതിനുള്ള കൂടി. പിന്നെയാണ് ഒരു പറ്റിക്കുക, ഫണ്ട് തരാണ്ടെന്ന് പറ്റിക്കുക, അങ്ങനത്തെ ഒന്നും ഇല്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറെ ഉണ്ട്. ഇവര് പറയുമ്പോ ഇത് ഭയങ്കര ഈസിയുള്ള പരിപാടിയാന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര റിസ്ക്കാ. നമ്മൾ ഒരു 10 സെക്കൻഡുള്ള വീഡിയോ എടുക്കണമെങ്കിൽ പോലും അതിന്റെ മുമ്പേ ഇത് ആലോചിച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇത് ക്യാപ്ഷൻ അടക്കം മെന്റൽ ഭയങ്കര സ്ട്രെസ് ഉള്ള പരിപാടിയാണ്. ഭയങ്കര സ്ട്രെസ് ഉള്ള പരിപാടി. കാണുന്നവര് ഇപ്പൊ വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നില്ല. അത് എല്ലാവരും എന്താ ചേട്ടൻ ഒന്ന് ചെയ്യുമെന്ന് പറയാം. ചോദിച്ചു ഒരു രക്ഷയില്ലേ. പക്ഷെ അത് ഇങ്ങനെ ഒരാളല്ല കേട്ടോ, വേറെ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരാൾ ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്നാ പിന്നെ നിങ്ങൾ ചെയ്തോളൂ. അതെ, പലരും വിചാരിക്കും ഭയങ്കര ഈസി പ്രോസസ് ആണ്, പക്ഷെ 9 to 5 ജോബ് പോലെ തന്നെ ഇതിപ്പോ 24/7 തന്നെയാണ്. അത് മറ്റേത് നമ്മള് ഒരു ടൈം ഉണ്ടല്ലോ, ഫിക്സ്ഡ് ഒരു ടൈം ഉണ്ടാവും. പക്ഷെ ഇതിന് അങ്ങനെ ഇല്ലല്ലോ. എപ്പോഴൊക്കെയാണ് കോൾസ് വരിക, അല്ലെ പ്രൊമോഷൻസ് എടുക്കാണ്ടാവെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ആ പാർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പാർട്ട് നമ്മൾ കൊടുക്കാന്ന് പറയുന്ന ആ ടൈമിന് മുമ്പ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുള്ള പ്രശ്നം, അതൊക്കെ ഭയങ്കര ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നെയാണ് ബോസ്, നമ്മളെന്നെയാണ് തൊഴിലാളി, പിന്നെ ഞങ്ങൾ അങ്ങോട്ടും രാജാവ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ പോവാം. നമ്മൾ അടി ഉണ്ടാക്കും. അതായത് വർക്ക് ലോഡ് വരുന്ന സമയത്ത് ഇതെന്താ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവും. അത്രേ ഉള്ളൂ, പിന്നെ അത് സോൾവ് ആകും. ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യണം, ഇങ്ങനെ ക്യാമറ മുന്നിൽ സംസാരിക്കണം, ആക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇനി ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട്. അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും അത് വേണ്ട എന്ന് വെക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ആ വേണ്ടെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാം. എന്നിട്ട് മറ്റോരെന്ത് പറയുന്നുള്ളത് അതും ഒഴിവാക്കാം. നമ്മളെന്ത് പറയാ അത് പറയാം, എന്ത് പറയണോ അത് പറയാം. അതെ, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യാലോ. കാരണം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് റീച്ച് ആവാന്ന് അത് പറ്റൂല. പക്ഷെ കുറെ വർഷങ്ങൾ എടുത്താലും ഒരു ദിവസം അത് ആവുക തന്നെ ചെയ്യും. അത് 100%. ഒരു കാലത്ത് നമ്മൾ റീച്ച് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഈ ചെയ്യണ്ട ഈ മോശമെന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക് തലവർത്തി നടന്നൂടെ? നമ്മള് വേറെ എന്താ പറയാ കക്കാനോ കൊല്ലാനോ പിടിക്കാനൊന്നും പോയില്ലല്ലോ. നമ്മള് അന്തസ്സായിട്ട് നമ്മളെ മുഖം കാണിച്ചുകൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പൊ അതില് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല.
അങ്ങനെ പറയുന്നവരോട് ഇങ്ങനെ പറയാം. അതേ ഉള്ളൂ. ജാവോ. ജാവോ പരിപാടി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ രണ്ടുപേരും കുറേ സംസാരിച്ചു, കുറേ ഷെയർ ചെയ്തു. നമുക്കും അതൊന്ന് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റി. എനിക്കും കോണ്ടന്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമാണ്, പക്ഷെ ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കണം. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഡേ നമുക്ക് വേണ്ടി തന്നതിന് താങ്ക് യു. താങ്ക് യു.